ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും ഞാനൊരു സ്പെഷ്യൽ ഡിഷുമായി വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഇറ്റാലിയൻ ഡിഷാണ്. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തണം. അപ്പം ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതൊരു സിസ്ലിംഗ് ട്രേ ആണ്. ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് ഫജീത്ത ഉണ്ടാക്കുന്നത്. അപ്പം ഇത് വെച്ചിട്ട് തന്നെ ഫജീത്ത ഉണ്ടാക്കണമെന്നൊന്നുമില്ല, നമുക്ക് നോർമൽ പാൻ വെച്ചിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഇതിലാണ് നമുക്ക് ഹോട്ടലിലൊക്കെ ഫജീത്ത സെർവ് ചെയ്യൽ. ഹോട്ടലിൽ നിന്നെല്ലാം നമുക്ക് ഇങ്ങനത്തെ പാത്രത്തിൽ ഡിഷസ് സെർവ് ചെയ്ത് കാണലില്ലേ, ആ പാത്രമാണിത്. അപ്പം ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇത് ചൂടായിട്ടാകുമ്പോൾ ഇത് പിടിക്കാൻ ഇതിൻ്റെ കൂടെ ഒരു സ്പൂണും ഉണ്ട്, നമുക്ക് കൈ പൊള്ളാതെ ഇതെടുക്കാം. പിന്നെ ഇതിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അഡ്വാൻറ്റേജ്, ഇത് കുറേ ടൈം ചൂട് ഇതിൽ നിൽക്കും. പിന്നെ നമുക്കിതിൽ കുക്ക് ചെയ്യുമ്പം ഇതിൽ അയൺ കണ്ടൻറ്റ് നമ്മളെ ഭക്ഷണത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ പാത്രം നല്ലൊരു പ്രോഡക്റ്റ് എന്ന് ഞാൻ പറഞ്ഞത്. പണ്ടെല്ലാം നമ്മൾ ഇരുമ്പ് ചട്ടിയിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കലല്ലേ. അപ്പോൾ ഇതിൽ 2 hour ഒന്ന് എണ്ണ തേച്ച് വെക്കണമെന്നുണ്ട്, വെജിറ്റബിൾ ഓയിൽ. അപ്പം ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതൊന്ന് 2 മണിക്കൂർ എണ്ണ തേച്ച് വെക്കണം എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ ചെയ്യാം. ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നതും ഇരുമ്പ് ചട്ടിയൊക്കെ അല്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ. നമുക്കിതെല്ലാ സോസിലും ഉപയോഗിക്കാം കേട്ടോ. ഗ്യാസ്, ഇലക്ട്രിക്, ഹാലോജൻ, സെറാമിക്, ഗ്രില്ല്, ഇൻഡക്ഷൻ, ക്യാമ്പ് ഫയർ എന്ന് പറഞ്ഞാൽ തീ കനലിലേക്ക് തന്നെ അങ്ങനെ വെക്കാമെന്നാണ്. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ നമ്മളെ മൈക്രോവേവ് ഓവൻ ഒഴികെ ബാക്കി എല്ലാത്തിലും നമുക്കിത് ഉപയോഗിക്കാം. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കണം. ഇനി നേരെ ഫജീത്ത എങ്ങനെ ഉണ്ടാക്കൽ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ചിക്കനെ നമുക്കൊരു 2 hours മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. 1/2 ഓറഞ്ചിൻ്റെ ജ്യൂസും 1/2 ലെമണിൻ്റെ ജ്യൂസും ഈ ചിക്കനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അതൊക്കെ നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, ചെറിയ സ്പൂൺ ഇട്ടാൽ, വലിയ സ്പൂണല്ല, കുറച്ച് മുളക് പൊടി, അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് എരിവിൻ്റെ ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല. പിന്നെ നമുക്ക് മാഗിൻ്റെ ക്യൂബും ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മാഗിൻ്റെ ക്യൂബിൽ ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ചേർക്കുന്ന ഉപ്പിൻ്റെ അളവെല്ലാം ഒന്ന് കുറച്ച് വേണം ചെയ്യാൻ. അപ്പോൾ അതൊന്ന് പൊടിച്ച് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ബാർബിക്യൂ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ കുറച്ച് ബാർബിക്യൂ സോസ്. അങ്ങനെ ഒരുപാട് സോസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ കുറച്ച് സോസൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ്. നോർമൽ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ല കുരുമുളക്, മുളക്, മല്ലി, ഗരം മസാല അങ്ങനെയൊക്കെ ഇട്ട് മാഗി ക്യൂബ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ചിക്കൻ പൊരിച്ചെടുക്കാം. നമുക്ക് എക്സ്ട്രാ ഒരു ഫ്ലേവർ കിട്ടും, ഇതിനെ കൊണ്ട് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതിലൊരുപാട് സോസ് ചേർക്കുന്നുണ്ട്, അതൊന്നും നമ്മളെ കയ്യിലില്ല, ഇതുണ്ടാക്കാൻ പറ്റിയില്ല എന്നിട്ട് സ്കിപ്പ് ചെയ്യണ്ട. ഇല്ലത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇറ്റാലിയൻ ഡിഷാകുമ്പോൾ കുറേ സോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചേർക്കലുണ്ട്. പിന്നെ നമുക്കത് കഴിക്കുമ്പോൾ അതിൽ നിന്ന് ഓരോ ഫ്ലേവർ വരുമ്പോൾ, ഞാൻ അങ്ങനെയാണ് ഒരു ഫുഡ് കഴിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഓരോ ഫ്ലേവർ ഇതിൻ്റെ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഓരോന്നും ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ ഓറഞ്ചിൻ്റെ നീര് ഇതിൽ ചേർത്ത് കൊടുത്തത്. ജസ്റ്റ് ഒരു മധുരം വന്നിരുന്നത് ഇത് കഴിക്കുമ്പോൾ. ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കഴിക്കുന്ന ഓരോ ബൈറ്റ്സിലും ഇങ്ങനെ ആലോചിക്കും ഇതിലെന്താണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് വീട്ടിൽ വന്നിട്ട് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഞാൻ കുറച്ചും കൂടി ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് 2 hour മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെജീസ് ചേർത്ത് കൊടുക്കണം. ആ സമയം കൊണ്ട് ഞാൻ വെജീസൊക്കെ കട്ട് ചെയ്തെടുത്ത്, അപ്പോൾ അതിനായിട്ട് ഒരു ക്യാപ്സിക്കം, 3 കളർ ക്യാപ്സിക്കാണ് എടുക്കുന്നുള്ളത്. അപ്പം ഗ്രീൻ, റെഡ്, യെല്ലോ 3 കളർ ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓപ്ഷനിലാണ്. ക്യാപ്സിക്കം വേണമെന്നേ ഉള്ളൂ, കളറൊക്കെ അത് ഒരു ഓപ്ഷനിലാണ്.
പിന്നെ നമുക്ക് ഗ്രീൻ കളർ മാത്രമായിട്ട് കിട്ടുന്നതെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ 3 കളർ ക്യാപ്സിക്കും കട്ട് ചെയ്തെടുത്ത്. ഈ ഫജീത്ത എന്ന് പറയുന്ന ഡിഷ് ഒരു കളർഫുള്ളായിട്ട് ഇങ്ങനെ കാണുമ്പോൾ, സെർവ് ചെയ്ത് കാണുമ്പോൾ ഭയങ്കര കളർഫുള്ളായിട്ടാണെന്നുണ്ടാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 കളർ ക്യാപ്സിക്കം എടുക്കുന്നത്. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ട്രൈ കളർ ക്യാപ്സിക്കം അവൈലബിൾ ആയിട്ട് കാണാറുണ്ട്. പിന്നെ ഒരു ഉള്ളിയും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ വെജീസൊക്കെ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഫസ്റ്റ് ചിക്കൻ പൊരിച്ചെടുക്കാൻ ചെയ്യുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് എണ്ണയൊക്കെ ചൂടായി വന്ന് പിന്നെ ഞാൻ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് ചിക്കൻ ഒരു ഹാഫ് ചിക്കൻ വേവോളം ഒന്ന് പൊരിച്ചെടുക്കണം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. എണ്ണയും വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. നമ്മൾ കുറേ സോസും പൊടികളൊക്കെ ചേർത്തതല്ല, അപ്പോൾ അതിൻ്റെ സ്വീറ്റ്നെസ്സെല്ലാം കാരണം പിന്നെ ഇതൊന്ന് വറ്റി വരും. ആ സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം. ചിക്കനൊക്കെ നന്നായി കുക്കായിട്ടുണ്ടാവും. പിന്നെ അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത വെജീസ് ഇട്ടിട്ട് അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതേ ചിക്കൻ പൊരിച്ചെടുത്ത എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ആ സോസും കാര്യങ്ങളും ചിക്കൻ്റെ എണ്ണയൊക്കെ കൂടി നമ്മൾ ക്യാപ്സിക്കം ഉള്ളിയിലൊക്കെ നല്ലോണം മിക്സായി നല്ല ടേസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി, വേറെ പാത്രം ഉപയോഗിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അതൊന്ന് നന്നായി റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക. കാരണം ഇതൊന്ന് നമ്മൾ നേരത്തെ ആ ചിക്കന് പൊരിച്ച എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തതല്ലേ. അപ്പോൾ അതിലേക്ക് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് എണ്ണ ഉപയോഗിക്കേണ്ട, ഒന്ന് റോസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു 4-5 ഗാർലിക്കും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഗാർലിക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് ഭയങ്കര എൻഹാൻസ് ആയിട്ട് ഇതിൽ നിൽക്കും. ഗാർലിക്കും ചേർത്ത് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ പൊരിച്ച് വെച്ച ചിക്കനും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചിക്കനും വെജീസൊക്കെ നന്നായി സോട്ട് ചെയ്ത് കുറച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഫജീത്തിൻ്റെ മസാല റെഡിയായി. നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ആ സിസിലിംഗ് ട്രേ ഒന്ന് തുടച്ച് മാറ്റാം. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തുടച്ച് കളയാം. പുതിയതായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് എണ്ണ തേച്ച് വെച്ചത്. പിന്നെ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് എണ്ണ തേച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് നല്ല ചൂട് നിൽക്കുന്ന പാത്രം ആയതുകൊണ്ട് ഞാനൊരു 20 മിനിറ്റ്സ് ഇതൊന്നെ ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഹോട്ടായിട്ട് വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സൗണ്ട് വരും. ആ സൗണ്ട് കേൾക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് സിസിലിംഗ് സോസ് ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ മൊസറല്ല ചീസ് ഇട്ട് ഇതിനൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. മൊസറല്ല ചീസ് അപ്പോൾ ഇതിൻ്റെ ചൂട് കൊണ്ട് തന്നെ മൊസറല്ല ചീസ് ഇങ്ങനെ മെൽട്ടായിട്ട് വരും. ചീസൊക്കെ മെൽട്ടായതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിച്ചപ്പും ഒറിഗാനോ ഇട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെയാണ് കഴിച്ചത്. അപ്പോൾ ഞാനിപ്പുറത്ത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലും പിന്നെ കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. നല്ല ഫ്ലേവറായിട്ടുള്ളൊരു സ്മെല്ലാണ് ഇതിന്ന് വരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റായിട്ടും നമുക്ക് കഴിക്കാം, രാത്രി ഡിന്നറായിട്ടും നമുക്ക് കഴിക്കാം. പിന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണിത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും കുറേ സമയം കഴിഞ്ഞിട്ടും ഇതിൻ്റെ ആ ഒരു പിന്നെ സിസിലിംഗ് സൗണ്ട് മാറിയിട്ടില്ല. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. അപ്പം ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ഒരു സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ടാണ് കഴിച്ചത്. നിങ്ങൾക്ക് ബ്രെഡോ ചപ്പാത്തിയോ കുബൂസോ എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് ഏതിൻ്റെ കൂടെ കഴിച്ചാലും ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.